ഇന്ന് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് ഇറാനും അവരുടെ സഖ്യകക്ഷികളും, ഹിസ്ബുല്ല, ഹൂത്തികൾ തുടങ്ങിയവ. മറുവശത്ത് ഇസ്രായേലും അവർക്കൊപ്പം നിൽക്കുന്ന UAE, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും. സ്വന്തം സുരക്ഷയ്ക്കായി ഇസ്രായേലിൻ്റെ സൈനിക കരുത്ത് ഉപയോഗിക്കുക എന്നതാണ് ഈ അറബ് രാജ്യങ്ങളുടെ പ്രധാന തന്ത്രം. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ചരിത്രപ്രധാനമായ ഒരു നയതന്ത്ര കരാറാണ് അബ്രഹാം അക്കോർഡ്. 2020 സെപ്റ്റംബറിൽ ട്രംപ് ഭരണകൂടത്തിന്റെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടൺ DC വെച്ചാണ് ഈ കരാർ ഒപ്പിട്ടത്. ആദ്യഘട്ടത്തിൽ 3 രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്, മൂന്നാമത്തേത് ബഹ്റൈൻ. പിന്നീട് മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങളും ഈ കരാറിന്റെ ഭാഗമായി ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചു. ജൂതമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും പിതാവായി കരുതപ്പെടുന്ന ഇബ്രാഹിം നബി, അതായത് അബ്രഹാമിനെ അനുസ്മരിച്ചാണ് ഈ പേര് നൽകിയത്. ഈ രണ്ട് മതങ്ങൾക്കിടയിലുള്ള സമാധാനവും ഐക്യവുമാണ് കരാർ ലക്ഷ്യം വെക്കുന്നത് എന്ന വാദത്തിന് ഇത് വിശ്വാസ്യത നൽകുന്നു. എന്തൊക്കെയാണ് ഈ കരാറിന്റെ ലക്ഷ്യങ്ങൾ? പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അറബ് ശത്രുത അവസാനിപ്പിച്ച് ഇസ്രായേലുമായി പൂർണ്ണമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പരസ്പരം രാജ്യങ്ങളിൽ എംബസികൾ തുറക്കുകയും അംബാസഡർമാരെ നിയമിക്കുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തേത് സാമ്പത്തിക സഹകരണമാണ്. ടൂറിസം, വ്യാപാരം, ആരോഗ്യം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകളുണ്ട്. നാലാമത്തേത് സുരക്ഷയാണ്. ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ സൈനിക സഹകരണങ്ങളും ഇന്റലിജൻസ് സഹകരണങ്ങളും ഉറപ്പാക്കുക. മുമ്പ് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കില്ല എന്നതായിരുന്നു അറബ് രാജ്യങ്ങളുടെ പൊതു നിലപാട്. എന്നാൽ ഫലസ്തീൻ വിഷയം നിലനിൽക്കെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് UAE എടുത്ത ഈ തീരുമാനം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ചു. ഈ കരാർ ഫലസ്തീൻ ജനതയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒന്നാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കുവെക്കുന്നതും അബ്രഹാം അക്കോർഡിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനവും ഇതുതന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര രാഷ്ട്രമെന്ന സങ്കല്പത്തെ ഇത് അട്ടിമറിക്കുന്നു. UAE കൂടാതെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലുമായി പലതരത്തിലുള്ള സുരക്ഷാ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ രാജ്യത്തിൻ്റെയും നിലപാടുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് ബഹ്റൈനാണ്. UAE പോലെ തന്നെ ഇസ്രായേലുമായി അബ്രഹാം കരാർ ഒപ്പിട്ട രാജ്യമാണ് ബഹ്റൈൻ. ഒന്ന് നാവിക സഹകരണമാണ്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട, അതായത് 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ് ഇന്ന് ബഹ്റൈൻ. അവിടെ ഇസ്രായേൽ നാവികസേനയെ വിന്യസിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ഇറാൻ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇവർ സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തേത് ഇന്റലിജൻസ് സഹകരണമാണ്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ഭീഷണികൾ നേരിടാൻ ഇസ്രായേലുമായി ചേർന്ന് ബഹ്റൈൻ ഒരു പ്രാദേശിക പ്രതിരോധ സഖ്യത്തിന് വരെ സജീവമാണ്. ഇനി സൗദി അറേബ്യയുടെ നിലപാടുകൾ നോക്കാം. സൗദി അറേബ്യ ഇസ്രായേലുമായി ഇതുവരെ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിലും രഹസ്യമായി വലിയ രീതിയിലുള്ള സുരക്ഷാ സഹകരണം നടത്തുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വാർത്തകൾ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആ മിസൈലുകളെ തകർക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും സൗദി തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ. ഗൾഫ് മേഖലയിലുടനീളം ഇസ്രായേൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു മിഡിൽ ഈസ്റ്റ് എയർ ഡിഫൻസ് അലയൻസ് രൂപീകരിക്കാൻ സൗദിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അടുത്തത് ജോർദാനാണ്. ഗൾഫ് രാജ്യമല്ലെങ്കിലും മേഖലയിലെ പ്രധാന അറബ് രാജ്യമായ ജോർദാൻ ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണ്. ഇറാന്റെ പല മിസൈലുകളും ഇസ്രായേലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ജോർദാൻ തങ്ങളുടെ അതിർത്തിയിൽ വെച്ച് അവ തകർത്തിട്ടുണ്ട്. ഇത് ഇസ്രായേലിന് വലിയൊരു സുരക്ഷാ കവചം തന്നെയാണ്. ഇനിയുള്ളത് ഖത്തറും ഒമാനുമാണ്. ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടാൻ മടിച്ചു നിൽക്കുന്നവരാണ്. അവരെപ്പോഴും ഇറാനും ഇസ്രായേലിനും ഇടയിൽ ഒരു മധ്യസ്ഥ രാജ്യങ്ങളായി പ്രവർത്തിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്. എന്നിരുന്നാലും സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കയ്ക്ക് മിലിറ്ററി താവളങ്ങൾ വിട്ടു നൽകുന്നത് വഴി ഖത്തറും ഇസ്രായേലിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇറാൻ നിരന്തരം ഗൾഫ് മേഖലയെ ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? എന്നിരുന്നാലും നാറ്റോ സഖ്യത്തെ പോലെ ഒരു അറബ് നാറ്റോ എന്ന ആശയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും
അത് പ്രായോഗികമാകുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം, UAEയും ബഹ്റൈനും സൗദിയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സഹകരിക്കുമ്പോഴും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത്തരമൊരു സൈനിക സഖ്യം ഇറാനെ നേരിട്ട് പ്രകോപിപ്പിക്കുകയും യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് ഫലസ്തീൻ വിഷയമാണ്. അറബ് ജനതയുടെ ഇടയിൽ ഫലസ്തീൻ പ്രശ്നത്തിന് ഇപ്പോഴും വലിയ വൈകാരികമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി പരസ്യമായ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുന്നത് അറബ് ഭരണകൂടങ്ങൾക്ക് വലിയ ആഭ്യന്തര ഭീഷണി ഉണ്ടാക്കിയേക്കാം. മറ്റൊരു കാരണം ഈ രാജ്യങ്ങളുടെ വ്യത്യസ്ത താല്പര്യങ്ങളാണ്. ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ഒരു സഖ്യമുണ്ടായാൽ അതിൽ GCC രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാവാൻ ഒരു കാരണമായേക്കാം. ചുരുക്കത്തിൽ, ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തെക്കാൾ ഉപരിയായി തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വാങ്ങുന്നതിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനും മാത്രമായിരിക്കും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇനി അബ്രഹാം അക്കോർഡിലേക്ക് തന്നെ തിരിച്ചു വരാം. അബ്രഹാം അക്കോർഡ് ഫലസ്തീൻ ജനതയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അറബ് ഐക്യത്തിൻ്റെ തകർച്ചയാണ്. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കില്ല എന്നതായിരുന്നു ദശാബ്ദങ്ങളായുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാട്. എന്നാൽ UAEയും ബഹ്റൈനും ഈ നിലപാടിൽ നിന്ന് മാറിയതോടെ ഫലസ്തീൻ ജനത തങ്ങൾ ഒറ്റപ്പെട്ടതായി കരുതുന്നു. മറ്റൊന്ന്, നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് ശക്തി കുറയുന്നു എന്നതാണ്. അറബ് രാജ്യങ്ങൾ ഓരോന്നായി ഇസ്രായേലുമായി അടുക്കുമ്പോൾ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അറബ് ലോകത്തിൻ്റെ കരുത്ത് കുറയുകയാണ്. മറ്റൊരു പ്രധാന വിഷയം പരിഹാരമില്ലാത്ത അധിനിവേശ പ്രശ്നമാണ്. കരാർ ഒപ്പിടുമ്പോൾ വെസ്റ്റ് ബാങ്ക് പ്രദേശം പിടിച്ചെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ കരാർ ഫലസ്തീൻകാർക്ക് യാതൊരു ഗുണവും ചെയ്യില്ല എന്ന വാദത്തിന് ബലം നൽകുന്നുണ്ട്. മറ്റൊരു പ്രശ്നം അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകപ്പെടുന്നതാണ്. ഫലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക ലാഭത്തിനും ഇറാനെതിരെയുള്ള സുരക്ഷയ്ക്കും അറബ് രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നു എന്ന പരാതി ഫലസ്തീൻ അതോറിറ്റി തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇസ്രായേലുമായി ചർച്ചകൾ നടത്താൻ പുതിയൊരു വഴി തുറന്നുവെന്നും ഇതിലൂടെ ഫലസ്തീൻകാർക്ക് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായി സംസാരിക്കാൻ കഴിയുമെന്നും ഈ കരാറിനെ അനുകൂലിച്ചുകൊണ്ട് UAE വാദിക്കുന്നു. നിലവിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടിൽ ഈ ഒരു വൈരുദ്ധ്യം പ്രകടമാണ്. ഒരു വശത്ത് അവർ ഇസ്രായേലുമായി സുരക്ഷാ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നു, മറുവശത്ത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തിൽ മുൻപത്തേക്കാൾ ശക്തമായി ഉറച്ചു നിൽക്കുന്നു. 2026 യുദ്ധ സാഹചര്യത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന കർശന നിലപാടാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലുമായി പൂർണ്ണമായ ഒരു നയതന്ത്ര ബന്ധം സാധ്യമല്ല എന്നവർ പറയുന്നു. സൗദി അറേബ്യ അടുത്തിടെ ഇസ്രായേലുമായുള്ള നോർമലൈസേഷൻ ചർച്ചകൾക്ക് മുന്നോടിയായി വെച്ച പ്രധാന നിബന്ധന ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള വ്യക്തമായ പാതയായിരുന്നു. പഴയ കാലത്തെ പോലെ ഇസ്രായേലിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കുക എന്നതല്ല ഇപ്പോഴത്തെ ഗൾഫ് രാജ്യങ്ങളുടെ നയം. പകരം ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെ കൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യിക്കാനുള്ള ഒരു ബാർഗെയിനിങ് ചിപ്പായി ഇവരിൽ ചില രാജ്യങ്ങൾ കാണുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും സംഘർഷം വർദ്ധിച്ചപ്പോൾ UAEയും ബഹ്റൈനും ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഫലസ്തീനികൾക്ക് വലിയ തോതിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഗൾഫ് ഭരണകൂടങ്ങൾ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനോട് കർക്കശമായി സംസാരിക്കാൻ കാരണം ആഭ്യന്തര സമ്മർദ്ദം തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഫലസ്തീൻ അനുകൂല വികാരം അതിശക്തമാണ്. ജനരോഷം ഭയന്ന് ഇസ്രായേലിനോട് പരിധി വിട്ട് അടുക്കാൻ പല ഭരണാധികാരികളും ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ഉദാഹരണമായി സൗദിയുടെ വിഷൻ 2030 പോലുള്ള പദ്ധതികൾക്ക് മേഖലയിൽ സമാധാനം അനിവാര്യമാണെന്ന് അവർ കരുതുന്നുണ്ട്. ഈ സമാധാനം ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ സാധ്യമാകില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ബോധ്യമാണ്. ചുരുക്കത്തിൽ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ വാദം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അത് നടപ്പിലാക്കാൻ അവർ സ്വീകരിക്കുന്ന വഴികൾ മാറിയിരിക്കുന്നു. സൈനികമായ പോരാട്ടത്തെക്കാൾ
നയതന്ത്രപരമായ സമ്മർദ്ദത്തിലൂടെ ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് അവർ ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഇരട്ട നിലപാട്, അതായത് സുരക്ഷയ്ക്ക് ഇസ്രായേലും രാഷ്ട്രീയമായി ഫലസ്തീനും എന്ന നിലപാട് വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യൂ.